ലോട്ടറി ലോട്ടറി നാളത്തെ കേരളം നാളത്തെ കേരളം. എടാ പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പറയുന്ന മനസ്സിലാവുന്നില്ലേ? ഞാൻ തരില്ലേ? തരാ കേട്ടാ, നീ വിളിച്ചോണ്ടിരിക്കല്ല. 1,10% പലിശയാണ്. സിനിമ നിർമ്മിക്കാനല്ലേ എനിക്ക് പൈസ, അപ്പൊ പൈസയും കൂടും. പലിശ തരാണ്ട് നീ മുങ്ങാനാ ശ്രമമെങ്കിൽ നിന്റെ വീട്ടിന്റെ ആധാരമല്ലേ എന്റെ അടുത്താവുള്ളേ. അതുകൊണ്ട് അത് മുങ്ങിക്കഴിഞ്ഞാൽ നിന്റെ സിനിമ നടക്കൂല. കേരള 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 ലോട്ടറി കേരള ലോട്ടറി. ഗണേശ, നിന്നെ കൊറേ ആയല്ലോ കണ്ടിട്ട്. എന്റെ ശ്രീധരേട്ടാ, പെങ്ങളെ കല്യാണം മറ്റു കാര്യമെല്ലായിട്ട് വലിയ തിരക്കിലായി പോയി. വിചാരിച്ച മാതിരി ഒന്നും നടന്നില്ല. എന്തായാലും നിങ്ങളുടെ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് നീ പൈസ വാങ്ങിയിട്ടില്ല, അത് മറന്നിട്ടില്ല. അതെന്നെ ഒരു ഭാഗ്യം. എന്നെ ശ്രീധരേട്ടാ, ഇതെന്നാ നിങ്ങളിങ്ങനെ ഒരു കൊള്ളിച്ച വർത്താനോ? കൊള്ളിച്ച വർത്താനല്ല, നിനക്ക് 2 കൊള്ളുവോ വേണ്ടത്. അല്ല ശ്രീധരേട്ടാ, ഒന്ന് മെല്ലെ പറ, ആൾക്കാർ കേൾക്കും. എനിക്കിപ്പോ പെണ്ണന്വേഷിക്കുന്ന സമയം കേട്ടോ. എന്റെ അടുത്ത് കടവും വാങ്ങിക്കൊണ്ട് പോയിട്ട് ആ പൈസ തിരിച്ചടച്ചില്ല. പിന്നെ ഇപ്പൊ നിനക്ക് കല്യാണം കഴിക്കാനായിരുന്നടാ പൈസ. എന്റെ ശ്രീധരേട്ടാ, കുറെ പെണ്ണ് കണ്ട്, എന്നിട്ട് ഇപ്പൊ ഒന്ന് കണ്ട് ഓക്കെ ആയി. അപ്പൊ അവർക്ക് നിർബന്ധം പെട്ടെന്ന് കല്യാണം വേണം. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? 5-10 ഒന്നല്ല, 1,00,000 നീ എന്റെ അടുത്ത് വാങ്ങിയേ. അതിന്റെ പലിശ ഇതുവരെ അടച്ചിട്ടില്ല. ഇപ്പൊ മുങ്ങി നടക്കാന്ന്. അതിനടക്കാൻ നിന്റെ ഒരു കല്യാണം. നിങ്ങൾക്ക് പൈസ തരാണ്ടെന്നുള്ളതിലും ശരി തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കണ്ടേ? കടം വാങ്ങി കൂട്ടുന്നവനൊന്നും കല്യാണം കഴിക്കരുത്. അപ്പൊ ശ്രീധരേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല? പിന്നെ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നു? ഞാനൊരു പണക്കാരി പെണ്ണിനെ സ്നേഹിച്ചിട്ട് ഓളെ പൊന്നും പണവും എല്ലാം എടുത്തിട്ട് ഓളയും കൊണ്ട് ഒളിച്ചോടി പോയിട്ടാ ഞാനൊരു പൈസക്കാരനായത്. എന്താണ്, എനിക്ക് വിശ്വാസം വരുന്നില്ലേ? എന്റെ ഭാര്യന്റെ പൊന്നും ഇതെല്ലാം ബാങ്കിൽ പണയം വെച്ചിട്ട് ആ പലിശ എടുത്തിട്ടാണ് നിനക്ക് പലിശക്ക് തരുന്നത്. ശ്രീധരേട്ടാ, പറഞ്ഞ കാര്യമല്ലേ ശരി തന്നെ. നമുക്കെന്നാലും പിന്നെ കാണാം. നീ എവിടെയാ പോകുന്നു? എന്റെ പലിശന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക്. എന്റെ ശ്രീധരേട്ടാ, നമുക്ക് എല്ലാം ശരിയാക്കാന്ന്. ഞാൻ എന്റെ സുഹൃത്തിന്റെ ബൈക്കും എടുത്തിട്ടാ വന്നിട്ടില്ല. അതൊന്നും അവിടെ കൊടുത്തിട്ട് കേട്ടോ. നീ ബൈക്കും കൊണ്ടാ വന്നിനല്ലേ? ഇത് എന്റെ ഫ്രണ്ടിന്റെ ബൈക്കാണ് ശ്രീധരേട്ടാ. ഫ്രണ്ടായാലും ബാക്കായാലും ഇത് ഞാൻ ഇങ്ങോട്ട് എടുക്കുക. ശ്രീധരേട്ടാ, അത് ഈ ബൈക്ക് ഞാൻ ഇങ്ങ് എടുക്കുക. നീ ഇതെനിക്ക് തരണം. എന്താ ശ്രീധരേട്ടാ, ബൈക്ക് നിങ്ങൾ കൊണ്ടുവന്നോ? എന്താ ഇത്? ഞാനെന്താ ചെയ്യണ്ട്? എന്നാ നീ പൈസ താടാ. നീ എടുക്കുന്ന കേരള കേരള കേരള. ആ ലോട്ടറിക്കാരനെ കണ്ട, അവന് കണ്ണു കാണൂല. എന്നിട്ടും അവൻ ലോട്ടറി വിറ്റിട്ടാന്ന് ജീവിക്കുന്നു. ശ്രീധരേട്ടാ, നിങ്ങൾ ഇപ്പൊ കൈവിട്. നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് പൈസ ഞാൻ തരാം. കേരള 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 ലോട്ടറി കേരള ലോട്ടറി. അല്ല, നിങ്ങൾക്ക് സത്യത്തില് കണ്ണ് കാണൂലേ? ആ ചേട്ടാ, കണ്ണ് കാണുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കൂളിംഗ് ദിവസം വെച്ച് ബടിയും കുത്തി നടക്കുക. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നു? നിങ്ങൾക്ക് ലോട്ടറി വേണം? ലോട്ടറി വേണ? ആ, ആ ചേട്ടാ, ലോട്ടറി 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 കേരള. ചേട്ടാ ചേട്ടാ പോയാ ലോട്ടറി? ഇപ്പൊ എവിടുന്നാടെ കേസ് കിട്ടിയേ? അപ്പം തിന്നാ പോരെ, എന്തിനാ കുഴിയണ്ടെന്ന്? എന്നാ അപ്പൊ നിങ്ങക്ക് കണ്ണ് കാണാല്ലേ? നിന്നെപ്പോലൊരു തട്ടിപ്പുകാരൻ എന്റെ മുന്നിൽ വന്നാൽ എനിക്ക് കണ്ണ് കാണും. ഈ ബൈക്ക് ഞാൻ എടുക്കുക. നീ ഇത് എനിക്ക് തരണം. എന്റെ ശ്രീധരേട്ടാ. കേരള കേരള